നോമ്പുകാല ധ്യാനം വിശുദ്ധിയുടെ വീണ്ടെടുപ്പ് കാലമാണ്. 10-ാം ദിവസമാണിന്ന്. ഇത് പ്രായശ്ചിത്തത്തിൻ്റെ തൈലം പൂശേണ്ട കാലമാണ് നോമ്പുകാലം. പ്രായശ്ചിത്ത തൈലം പൂശുമ്പോഴാണ് വിശുദ്ധി നമുക്ക് വീണ്ടെടുക്കാനായിട്ട് സാധിക്കുക. ഒരാൾ രോഗിയായി കഴിഞ്ഞാൽ പലപ്പോഴും തൈലം കൊണ്ട് പൂശുകയും ആ വ്യക്തി സൗഖ്യം പ്രാപിക്കുകയും ചെയ്യുന്നു. ഇതേപോലെ ഈ നോമ്പുകാലത്ത് നമുക്ക് പ്രായശ്ചിത്ത തൈലം പൂശി സൗഖ്യം നേടാം, വിശുദ്ധി വീണ്ടെടുക്കാം. അനവധി പച്ചമരുന്നുകൾ ചേർന്നതാണ് പ്രായശ്ചിത്ത തൈലം ഉണ്ടാക്കേണ്ടത്. വിഗ്രഹാരാധനാ മരത്തിൻ്റെ വേര്, വ്യഭിചാര മരത്തിൻ്റെ വേര്, ദ്രവ്യാഗ്രഹ മരത്തിൻ്റെ നാരായ വേര്, കോപം, ക്രോധം, അസൂയ, പിണക്കം, വഞ്ചന, ദുർമോഹം, മദ്യപാനം എന്നീ ചെടികളുടെ മൂടും വേരും, കൊലപാതകം, ഏഷണി, മോഷണം, അഹങ്കാരം മുതലായ മരങ്ങളുടെ ഇലയും തൊലിയും പൂവും കായും പഴവും ഇവയെല്ലാം ഹൃദയമലയുടെ താഴ്വരയിൽ നിന്ന് പറിച്ചെടുത്ത് പ്രാർത്ഥന എന്ന മഞ്ഞത്തും ഉപവാസം എന്ന വെയിലത്തുമിട്ട് ഉണക്കി പാകപ്പെടുത്തി ആദ്യം ഗത്സെമൻ എന്ന ചക്കിലും പിന്നെ ഗോൽഗോഥ എന്ന ഉരലിലുമിട്ട് 10 കൽപ്പനകളാകുന്ന ഇരുമ്പുലക്ക കൊണ്ട് ഇടിച്ച് 2 കൽപ്പനകളാകുന്ന കർത്താവിൻ്റെ പൊന്നുലക്ക കൊണ്ടും ഇടിച്ച് പൊടിയാക്കി അനുതാപ കണ്ണുനീരിൽ കലക്കണം. 8 ഇടങ്ങഴി കണ്ണീര് വേണം. അനുതാപ കണ്ണീരിൽ കലക്കി ക്ഷമ എന്ന ഉരുളിയിലൊഴിച്ച് സത്യം എന്ന അടുപ്പത്ത് വെച്ച് ദൈവാത്മാവ് എന്ന തീ കത്തിച്ച് കുരിശുമര വിറക് അടുക്കി ദുഃഖത്തോടും മനോവ്യാകുലത്തോടും കൂടി ഊതിക്കത്തിക്കണം. ശരിയായി തിളച്ചു കഴിയുമ്പോൾ മിശിഹാ തമ്പുരാൻ്റെ തിരുരക്തത്തുള്ളികൾ മേമ്പൊടിയായി ചേർത്ത് ഇറക്കി വെച്ച് സ്നേഹം എന്ന വെങ്കൽ ഭരണിയിൽ ഒഴിച്ചു വയ്ക്കണം. അതെടുത്ത് വിശ്വാസം എന്ന പൊന്മാളികയിൽ കയറി ആത്മപ്രിയനായ മിശിഹാ തമ്പുരാൻ്റെ അടുത്തെത്താം. ഒരു അമ്മ മനസ്സിൻ്റെ സ്വർഗതീർത്ഥാടന വഴികൾ ഉണർവാഗ്രഹിക്കുന്ന സഹോദരർക്ക് വേണ്ടി സമർപ്പിക്കുന്നു.